Hello friends, welcome back to my channel. ഇവിടെ ഞാൻ ഈ ബോട്ടിലിൽ രണ്ട് കോട്ട് അക്രിലിക് പെയിന്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിന്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് ബ്രൗൺ കളർ അക്രിലിക് പെയിന്റ് എടുത്ത് ബ്രാഞ്ചസ് പോലെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ടാണ്. വേറെയും ഒരുപാട് ബോട്ടിൽ ആർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിലോ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഞാൻ ദേ ഇവിടെ മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ ബ്രാഞ്ചസ് വരച്ചു കൊടുക്കുകയാണ്. ഫ്രീ ഹാൻഡ് ആയിട്ട് വെറുതെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതിന്റെ പുറത്താണ് നമ്മൾ ഫ്ലവേഴ്സ് വരയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രാഞ്ചസ് കുറച്ച് തിക്കായി പോയെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇയർബഡ്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഇതേ ബ്രാഞ്ചസ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ 3 പെറ്റൽസ് ആണ് ഞാൻ വരയ്ക്കുന്നത്. കുറച്ച് ക്രിംസൺ റെഡ് കളറും വൈറ്റ് കളർ അക്രിലിക് പെയിന്റും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഡാർക്ക് കളർ പിങ്കിന്റെ ഷെയ്ഡാണ് ഞാനിവിടെ ആക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതിയാവും. വരയ്ക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫുൾ ഫ്ലവേഴ്സും വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാണിക്കുകയാണ്. ഇയർബഡ്സ് വെച്ചിട്ട് ഫ്ലവർ ചെയ്യുന്ന വേറെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ഐ കാർഡിലും കൊടുത്തേക്കാം. ഐ കാർഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ വന്നു പോകുന്ന ഐ എന്ന് പറയുന്ന സംഭവമില്ലേ മുകളിലായിട്ട് വരുന്ന, അതാണ് ഐ കാർഡ്. കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐ കാർഡ് എന്താണെന്ന്. മുകളിൽ ഐ എന്ന് കാണിക്കുന്ന ആ റൈറ്റ് സൈഡിലായിട്ട് ഐ എന്ന് കാണിക്കുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് വീഡിയോസ് ഉണ്ടാവും. അതാണ് ഐ കാർഡ്. ഇപ്പൊ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഏകദേശം വരച്ചു കഴിഞ്ഞു. നല്ല ഈസിയാണ് ഇത് വരയ്ക്കാൻ. ഇനി കുറച്ച് ലൈറ്റ് കളർ ഫ്ലവേഴ്സ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് കുറച്ച് അധികം വൈറ്റ് കളർ ഈ പിങ്ക് കളറിലേക്ക് മിക്സ് ചെയ്താൽ നമുക്കൊരു ലൈറ്റ് പിങ്ക്, ഒരു ബേബി പിങ്ക് കളർ കിട്ടും. ഇപ്പൊ ഞാൻ ബേബി പിങ്ക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വരച്ചു കൊടുക്കുകയാണ്. ലീവ്സ് ഒന്നും വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഇതുപോലെ പെറ്റൽസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതിനു മുന്നേ ഇട്ട 1-2 വീഡിയോസിന് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. കുറെ പേര് വന്ന് കമന്റ് ചെയ്തു, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. ക്രാഫ്റ്റിങ്ങും സ്റ്റിച്ചിങ്ങും ഇഷ്ടമുള്ളവർക്ക് കാണാനുള്ള വീഡിയോസ് ഒക്കെ ചാനലിലുണ്ട്. പ്രീവിയസ് വീഡിയോസ് കുറെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പൊ ഞാൻ ദേ ഫുള്ളായിട്ടും ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്, പെയിന്റ് ഇളകി പോരോ, എങ്ങനെയാണ് ഇത് നിക്കോ, എങ്ങനെയാണ് എന്നൊക്കെ കുറെ പേര് കമന്റിൽ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വാർണിഷ് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ കുറെ നാള് ഒരു കുഴപ്പമില്ല നിൽക്കും. എന്റെ ബോട്ടിൽസിനൊന്നും ഇതുവരെയും ഒരു കുഴപ്പമില്ല.
പെയിന്റ് ഒന്നും ഇളകി വന്നിട്ടില്ല. അപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. വാർണിഷ് കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ഗ്ലോസി ഫിനിഷിംഗ് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.